ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ എംസാൻഡിൽ നട്ട അടീനിയങ്ങളാണിത്. അവരുടെ കോഡക്സ് ഒക്കെ ഇപ്പം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്, നല്ല ബുഷി ആയിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും ദിവസം അവർ മഴയത്ത് തന്നെയായിരുന്നു. ഞാനന്ന് പറഞ്ഞിരുന്നു, നല്ല പോട്ടി മിക്സ്, നല്ല വെൽ ഡ്രെയിൻഡ് പോട്ടി മിക്സ് ആണെന്നുണ്ടെങ്കിൽ അടീനിയം നമുക്ക് മഴയത്തും വയ്ക്കാമെന്ന്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാഫൊക്കെ ഇടയ്ക്ക് തെളിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. കണ്ടില്ലേ, കോഡക്സ് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് നട്ടതിലും വളരെയധികം നന്നായി വലിപ്പം വെച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നത്. പോട്ടിലൊക്കെ തിങ്ങി നിറഞ്ഞാണ് അവർ വളരുന്നത്. ഇലകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നന്നായിട്ട് മഴയത്ത് മറ്റു ചെടികളെ പോലെ തന്നെയാണ് അവർ തഴച്ച് വളർന്നത്. നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം സാഫ് തെളിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ചെടിയും കണ്ടില്ലേ, നല്ല ഹെൽത്തിയാണ് ഇതിൻ്റെ കോഡക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പോട്ടി മിക്സ് ആണെങ്കിലും നല്ല ലൂസാണ്. അതാണ് നമ്മൾ മഴയത്ത് വെച്ചിരിക്കുന്നത്. അടീനിയം നടാൻ മണലിന് പകരം എംസാൻഡ് ഉപയോഗിക്കാൻ പറ്റുമോ, മറ്റു ചെടികളൊക്കെ നടാനായിട്ട് എംസാൻഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ഒരു ഡൗട്ടാണ്. എംസാൻഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഒരു അടീനിയത്തിന് ഒരു ചെടി ഇതിൻ്റെ മേലെ വന്ന് വീണ് ചട്ടിയൊക്കെ പൊട്ടി കോഡക്സിന് ഇത്തിരി പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്, മഴയത്ത് വെച്ചിട്ടില്ല. മഴയത്ത് വെച്ചാൽ ആ ചെടി എന്തായാലും പോകും. അപ്പോൾ ഇത് വേറൊരു ചെടിയാണ്, നമ്മൾ എംസാൻഡിൽ തന്നെ നട്ട മറ്റൊരു ചെടിയാണ് ഇത്. ഇതിൻ്റെ കോഡക്സ് കണ്ടാലും നിങ്ങൾക്കറിയാം, പോട്ടിൽ മണ്ണൊക്കെ കോഡക്സ് വലുതായപ്പോൾ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അടീനിയം ചെടികൾ കുറേയൊക്കെ മഴയൊക്കെ കൊള്ളണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാലാണ് അവരുടെ കോഡക്സൊക്കെ ഇതേപോലെ വണ്ണം വെച്ച് കിട്ടുള്ളൂ. മഴക്കാലം കഴിയുന്നതോടുകൂടി നമ്മുടെ വേനൽക്കാലത്ത് വളരുന്നതിലധികം കോഡക്സ് വളരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടീനിയത്തിൻ്റെ പോട്ടി മിക്സ് ആദ്യം ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമാണ് അത് മഴയത്ത് വെക്കാൻ പറ്റുമെന്ന് അറിയുള്ളൂ. വെള്ളം കെട്ടി നിന്നാൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, പെട്ടെന്ന് തന്നെ പ്ലാന്റ് ചീഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും അടീനിയത്തിൻ്റെ പോട്ടി മിക്സ് ശ്രദ്ധിക്കണം. ഞാൻ പല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടീനിയം ചെടികളെ പറ്റി പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്